ക്ലാസ് 10th ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ജെനറ്റിക്സ് ഓഫ് ലൈഫ്. അപ്പം ജെനറ്റിക്സ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് ജീൻ, നമ്മൾ ആ ഒരു ടൈറ്റിൽ കേൾക്കുമ്പോഴേ നമുക്ക് കിട്ടുന്നുണ്ട്. ഇറ്റ്സ് റിലേറ്റഡ് ടു ജീൻ, DNA, RNA, ലൈക്ക് ദാറ്റ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ആ ഒരു ഫസ്റ്റ് പേജ് എന്ന് പറയുന്നത് ജെനറ്റിക്സ് ഓഫ് ലൈഫ് കഴിഞ്ഞിട്ട് സെക്കൻഡ് പേജിലോട്ട് വരുമ്പോഴത്തേക്ക് കൊടുത്തിരിക്കുന്നത് ജെന്നിഫർ എ ഡൗഡ്നെയും ഇമാനുവൽ ഷാർപെന്റിയർ എന്നും പറഞ്ഞ നോബൽ പ്രൈസ് വിന്നേഴ്സ് ആയിട്ടുള്ള രണ്ടുപേരുടെ ഫോട്ടോയാണ്. അപ്പൊ ദ നോബൽ പ്രൈസ് ഇൻ കെമിസ്ട്രി ഫോർ ഡെവലപ്പിംഗ് മെത്തഡോളജി ഓഫ് ജീൻ എഡിറ്റിംഗ്. അപ്പൊ നമ്മൾ ആദ്യം ആലോചിക്കും, എന്തിനാണ് കെമിസ്ട്രിയില് ഇവർക്ക്, എന്താണ് ഈ ബയോളജിയിൽ കാര്യം, അല്ലെ? അപ്പൊ ദ നോബൽ പ്രൈസ് ഓഫ് 2020 ഇൻ കെമിസ്ട്രി വാസ് ഷെയർഡ് ബൈ ഇമാനുവൽ Charpentier and Jennifer A. Doudna for their contribution in the field of gene editing. അവരുടെ കോൺട്രിബ്യൂഷൻ എവിടെയാണ്? ജീൻ എഡിറ്റിംഗിലാണ്. ജീൻ എഡിറ്റിംഗ്, നമ്മൾ എഡിറ്റിംഗ് കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ എന്താണ് ഈ ജീൻ എഡിറ്റിംഗ്? ജീൻ എഡിറ്റിംഗ് എന്ന് പറയുന്നത്, നമുക്കൊരു ജീൻ ഉണ്ടല്ലേ, എല്ലാവരിലും ജീൻ ഉണ്ട്. നമ്മൾ പറയും നിന്റെ ജീൻ അങ്ങനെയാണ്, അതുകൊണ്ടാണ് യു ബിഹേവ് ലൈക്ക് ദിസ്, അങ്ങനെയൊക്കെ പറയത്തില്ലേ? അപ്പം അതുപോലെ നമ്മുടെ ഓരോ ക്യാരക്ടറിസ്റ്റിക്സിനെയും നമ്മളിലേക്ക് തരുന്നത് ഈ ജീൻ ആണെന്ന് പറയാറുണ്ട്. അപ്പൊ ഈ ജീനെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. നമുക്കറിയാം ജനറ്റിക്കലി അസുഖങ്ങളുണ്ട്, അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, അതായത് നമ്മൾ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഉണ്ട്, ജെനറ്റിക്സ് വഴി നമുക്ക് പകരുന്ന ഡിസീസ് ഒക്കെ ഉണ്ടല്ലോ. ഇപ്പൊ ക്യാൻസർ പോലുള്ള അസുഖങ്ങളൊക്കെ ഇപ്പം ജീൻസിലൂടെ പകരം. ഇപ്പം നമുക്ക് പാരമ്പര്യം എന്ന് പറയുന്ന സാധനമാണ് ജീന കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ജെനറ്റിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ഒരു ജീനെ നമുക്ക് എടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? എഡിറ്റ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് മാറ്റാൻ പറ്റും എന്നാണ് ഇവര് കണ്ടുപിടിച്ചത്. അതുകൊണ്ടാണ് ഇവർക്ക് 2020 നൊബേൽ പ്രൈസ് കിട്ടിയത്. The award is for the discovery of a technology called CRISPR-Cas എന്ന് പറയുന്ന ഒരു ടെക്നോളജി. ഇവര് കൊണ്ടുവന്ന ടെക്നോളജിയാണ് CRISPR-Cas എന്ന് പറയുന്നത്. CRISPR-Cas9 എന്ന് പറയുന്ന ടെക്നോളജിയാണ് ഇവർ കൊണ്ടുവന്നത്. അപ്പം ഇവർക്ക് എന്തിനാണ് കിട്ടിയെന്ന് വെച്ചാൽ ജീൻ എഡിറ്റിംഗ് അവർ കൊണ്ടുവന്ന ടെക്നോളജിയാണിത്. അപ്പം ജീൻ എഡിറ്റിംഗ് ടെക്നോളജിയാണിത് എന്ന് പറയുന്നത്. ഈ ജീൻ എഡിറ്റിംഗ് പ്രോസസ് വിച്ച് ക്യാൻ ബ്രിങ് ഡിസൈറബിൾ ചേഞ്ചസ് ഇൻ ദ ജീൻസ് ഇൻ DNA. The discovery is expected to make revolutionary advances in genetic disease therapy and treatment of cancer. It can also be used to develop crops that are resistant to pest and disease. അപ്പം എന്താണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ? ഈ ഒരു ഡിസ്കവറി ഒരുപാട് റവല്യൂഷണറി അഡ്വാൻസസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ജനറ്റിക് ഡിസീസ് തെറാപ്പിയിലും ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റിലും ഒക്കെ ഇത് ഉപകാരപ്പെടും. ഇറ്റ് ക്യാൻ ഓൾസോ ബി യൂസ് ടു ഡെവലപ്പ് ക്രോപ്സ് ദാറ്റ് ആർ റെസിസ്റ്റന്റ് ടു, ഇപ്പൊ പെസ്റ്റിനും ഡിസീസസിനും ഒക്കെ റെസിസ്റ്റന്റ് ആയിട്ടുള്ള ക്രോപ്സ് ബിൽഡ് ചെയ്യാൻ പോലും നമുക്ക് ഇത് ഉപകാരപ്പെടും. അപ്പം ഇറ്റ്സ് എ ഗുഡ് ടെക്നോളജി. അതുകൊണ്ടാണല്ലോ അവർക്ക് നൊബേൽ പ്രൈസ് കിട്ടിയത് 2020. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് പേജ്. ആൻഡ് തന്നിരിക്കുന്ന എന്താണ്? You have read the extract related to the technology which can bring revolutionary changes in the treatment of disease and other fields. Can't even see genes. Then how it can be edited? ശരിയല്ലേ? നമുക്ക് ബ്ലഡ് എന്ന് പറയുന്ന സാധനം നമുക്ക് കാണാൻ പറ്റും, നമ്മുടെ അല്ലെ ബോഡി പാർട്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ ജീൻ എന്ന് പറയുന്ന സാധനം നമ്മുടെ എന്താണ് ബിയോണ്ട് അവർ വിഷ്വൽ ആണ്, അല്ലെ? അപ്പൊ നമുക്ക് കാണാൻ പറ്റാത്തൊരു സാധനത്തിന് ഇവർ എങ്ങനെ എഡിറ്റ് ചെയ്യുന്നതൊക്കെ പറയുന്നത്, അതാണ് ആ കുട്ടിയുടെ ഡൗട്ട്. ഇപ്പൊ താഴെ ഒരു സാധനം കൊടുത്തിട്ടുണ്ട്, അവിടെയാണ് നമ്മൾ ആദ്യം DNA എന്ന് പറയുന്ന ഒരു സാധനം കാണുന്നത്. അപ്പൊ ഈ ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് DNA, ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആൻഡ് ജീൻസ് പേവ്ഡ് ദ വേ ഫോർ ജീൻ എഡിറ്റിംഗ്. അപ്പം ഈ ജീൻസും അതുപോലെ തന്നെ DNA എന്ന് പറയുന്നത്, DNAയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. അപ്പൊ ഇത് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അപ്പൊ ഇത് രണ്ടും കൂടെയാണ് ജീൻ എഡിറ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു ടെക്നോളജിയിലോട്ട് ജീൻ എഡിറ്റിംഗ് എന്ന ടെക്നോളജി നമുക്ക് റിയൽ ആക്കാൻ പറ്റിയത് ഈ ഒരു രണ്ടെണ്ണം വെച്ചാണ്, DNA and genes, the major role they play. Okay, let us understand the location and ultrastructure of DNA and genes. അപ്പൊ നമുക്ക് അറിയേണ്ട എവിടെയാണ് ഈ DNA കാണപ്പെടുന്നത്, എവിടെയാണ് ജീൻ, അല്ലെ? അപ്പം ഇവിടെ ഒരു ഇത് തന്നിട്ടുണ്ട്, നമ്മുടെ സെല്ല്, അതായത് നമ്മുടെ ബ്ലഡിലാണല്ലോ, എനിവേർ ഇപ്പൊ എല്ലായിടത്തും സെല്ലുണ്ട്. അപ്പൊ നമ്മൾ പറയും ഓരോ ഓർഗൻ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സെല്ലിനല്ലേ. അപ്പം ഒരുപാട് ടിഷ്യൂ ചേർന്നാണ് ഒരു സെല്ലാവുന്നത്. അപ്പം ഈ സെല്ലിനകത്താണ് എന്തുള്ളത്? ന്യൂക്ലിയസ് ഉള്ളത്. ന്യൂക്ലിയസിൽ എന്തുണ്ട്? ക്രോമസോം ഉണ്ട്. ആ ക്രോമസോമിലാണ് എന്തുള്ളത്? DNA ഉള്ളത്. ആ ഒരു പാത്ത് നോക്ക്,
അല്ലെ, സെല്ലിനുള്ളില് ന്യൂക്ലിയസ്, ആ ന്യൂക്ലിയസിനുള്ളിലാണ് എന്തുള്ളത്, നമ്മുടെ ക്രോമസോം ഉള്ളത്. ക്രോമോസോമിലാണ് എന്തുള്ളത്, DNA. DNA തന്നെ ഡബിൾ സ്ട്രാൻഡഡ് ആണല്ലേ DNA. ഓക്കെ, അപ്പം അടുത്ത എന്താ അവർ പറഞ്ഞിരിക്കുന്നത്? You have understood the location of DNA. Discovery of the structure of the nucleic acid DNA was one of the greatest leaps in the field of biological studies. ബയോളജിയിലെ ഏറ്റവും പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു കണ്ടുപിടുത്തമായിരുന്നു ആ ഒരു എന്തിന്റെ ഡിസ്കവറി എന്ന് പറയുന്നത്, സ്ട്രക്ചർ ഓഫ് ദ ന്യൂക്ലിക് ആസിഡ് DNA എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിനി സ്ട്രക്ചറിലോട്ട് പോവാം. അപ്പം in 1953 James Watson along with Francis Crick and had presented the double helical model of DNA. 1953 ജെയിംസ് വാട്സണും അതുപോലെ തന്നെ ഫ്രാൻസിസ് ക്രിക്കും ഇവർ ഒരുമിച്ചാണ് എന്ത് പ്രസന്റ് ചെയ്തിരിക്കുന്നത്, ഡബിൾ ഹെലിക്കൽ മോഡൽ ആയിട്ടുള്ള DNA പ്രസന്റ് ചെയ്തിരിക്കുന്നത്. They proposed a structure of DNA based on the X-ray diffraction studies conducted by Rosalind Franklin and Maurice Wilkins. അപ്പം മൗറിസ് വിൽക്കിൻസും റോസലിൻ ഫ്രാങ്ക്ലിനും കൂടി നടത്തിയ എന്താണ് എക്സ്റേ ഡിഫ്രാക്ഷൻ സ്റ്റഡീസിലൂടെയാണ് ഇവർ എന്ത് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്, ആ ഒരു DNA സ്ട്രക്ചർ ഇവർ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. ആരൊക്കെ? ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും. ഏത് വർഷം? 1953. അവരെന്താണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്? ഡബിൾ ഹെലിക്കൽ മോഡൽ ഓഫ് DNA. The crucial information that led to this discovery was obtained from the famous photo 51, an X-ray diffraction image of DNA taken by Rosalind Franklin. Rosalind Franklin എടുത്ത ഒരു DNA ഡിഫ്രാക്ഷൻ ഇമേജ്, എക്സ്റേ ഡിഫ്രാക്ഷൻ ഇമേജ്, അതെന്ന് പറയുന്നത് ഫോട്ടോ 51 ഇവിടുത്തെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതാണ് ഇതൊരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആയിട്ട് മാറിയത് ഈ ഒരു DNA ഡിസ്കവറിക്ക്. റോസാലിൻ ഫ്രാങ്ക്ലിൻ passed away at the age of 37 in 1958. James Watson, Francis Crick and Maurice Wilkins were awarded the Nobel Prize in Medicine in 1962. അപ്പം 1958 റോസാലിൻ ഫ്രാങ്ക്ലിൻ മരിച്ചു പോയത് കൊണ്ട് പുള്ളിക്ക് എന്ത് കിട്ടിയില്ല, നോബൽ പ്രൈസ് കിട്ടിയില്ല. അപ്പം 1962 ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കിനും മൗറിസ് വിൽക്കിൻസിനും നോബൽ പ്രൈസ് കിട്ടി ഇൻ 1962. അവരെപ്പോഴായിരുന്നു ഡബിൾ ഹെലിക്കൽ മോഡൽ ഓഫ് DNA അവർ പ്രസന്റ് ചെയ്തിരിക്കുന്നത്? ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും 1953. അവർക്ക് അവാർഡ് കിട്ടിയത് 1962 ഫോർ ദ കോൺട്രിബ്യൂഷൻ ഓൺ ദ ഡിസ്കവറി ഓഫ് ദ ഡബിൾ ഹെലിക്സ് മോഡൽ ഓഫ് DNA. അപ്പൊ അവരുടെ എല്ലാ ഫോട്ടോ തന്നിട്ടുണ്ട്. റോസാലിൻ ഫ്രാങ്ക്ലിൻ, മൗറിസ് വിൽക്കിൻസ്, ഫ്രാൻസിസ് ക്രിക്ക്, ജെയിംസ് വാട്സൺ. അപ്പം അനലൈസ് ദ ഇല്ലുസ്ട്രേഷൻ ടു ഗെയിൻ ആൻ അണ്ടർസ്റ്റാൻഡിംഗ് ഓൺ ദ സ്ട്രക്ചർ ഓഫ് DNA ആൻഡ് കംപ്ലീറ്റ് ദ വർക്ക്ഷീറ്റ്. അപ്പം നമ്മുടെ DNA ആണ് തന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ DNA തന്നിട്ടുണ്ട്, അതിനകത്ത് നൈട്രജൻ ബേസ് എന്തൊക്കെയാണ് DNA-ല്? അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. അപ്പം അതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് നൈട്രജൻ ബേസ് എന്ന് പറയുന്നത്. ഫോംഡ് ബൈ ദ പെയറിംഗ് ഓഫ് നൈട്രജൻ ബേസസ് ആണ് റങ്സ്. കണ്ടോ, എല്ലാത്തിനും പേരാണല്ലേ. ഗ്വാനിൻ വിത്ത് സൈറ്റോസിൻ, അഡനിൻ വിത്ത് തൈമിൻ, സൈറ്റോസിൻ വിത്ത് ഗ്വാനിൻ ആൻഡ് അഡനിൻ വിത്ത് തൈമിൻ. ഇങ്ങനെയാണ് അതിന്റെ ഒരു എന്താണ് അവര് തമ്മിലുള്ള പെയറിംഗ് പോയിരിക്കുന്നത്, ആ ഒരു നൈട്രജൻ ബേസസ് തമ്മിലുള്ള. അപ്പം ഈ ഒരു സാധനം കണ്ടോ, ഇതാണ് നമ്മുടെ എന്താന്ന് പറയുന്നത് ഷുഗർ മോളിക്യൂള്, അതിനകത്താണ് നമ്മുടെ ഫോസ്ഫേറ്റ് മോളിക്യൂൾ, ഇതാണ് നമ്മുടെ DNA. ആ രണ്ട് DNA സ്ട്രാൻഡിനെയാണ് ഇവർ ഇതിങ്ങനെ കാണിച്ചേക്കുന്നത്. അതിന്റെ എന്താണ് അല്ലാതെ ഇല്ലുസ്ട്രേറ്റ് ചെയ്ത് വെച്ചേക്കുകയാണ്, ഇതിനെ നിവർത്തി വെച്ചേക്കുന്ന സാധനമാണ് ഇത്. അതാണ് അവർ പ്രസന്റ് ചെയ്ത ഡബിൾ ഹെലിക്കൽ മോഡൽ എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് ഇതെന്ന് പറയുന്നതാണ് നമ്മുടെ ഡിയോക്സി റൈബോസ് എന്ന് പറയുന്നത് 5 കാർബൺ ഷുഗർ. അപ്പം ഡിയോക്സി റൈബോസ് ഇതാണ്. ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് നല്ല DNA. അതിനകത്ത് ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത് ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് DNA. ഈച്ച് ന്യൂക്ലിയോടൈഡ് ഈസ് കമ്പോസ്ഡ് ഓഫ് എ ഡിയോക്സി റൈബോ ഷുഗർ, എ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആൻഡ് എ നൈട്രജൻ ബേസ്. ഒരു നൈട്രജൻ ബേസും ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും എന്താണ് ഒരു ഡിയോക്സി റൈബോ ഷുഗറും കൂടെ ചേരുന്നതാണ് ഓരോ ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മുടെ നൈട്രജൻ കണ്ടെയ്നിങ് ആൽക്കലൈൻ കോമ്പൗണ്ടിനെയാണ് നമ്മൾ നൈട്രജൻ ബേസ് എന്ന് പറയാം. പാർട്ടിസിപ്പേറ്റ്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ബോണ്ട്സ് ദാറ്റ് ലിങ്ക് ന്യൂക്ലിയോടൈഡ്സ് ടുഗദർ. എത്ര സ്ട്രാൻഡ്സ് ഉണ്ട് DNA-ക്ക്? ഡബിൾ സ്ട്രാൻഡ് ആണ്, 2.
ഇനി സൈസ് ഓഫ് ഡി എൻ എ നോക്കാം. സൈസ് ഓഫ് ഡി എൻ എ എന്ന് പറയുന്നത് ജസ്റ്റ് വായിച്ച് പോകാവുന്ന ഒരു ഭാഗമാണ്. ദ ഡി എൻ എ ഇൻ ഈച്ച് ക്രോമസോം ഈസ് അബൌട്ട് 2 inches. അത് 5 centimeter നീളമാണുള്ളത് ഓരോ ക്രോമസോമിലുള്ള ഓരോ ഡി എൻ എ. If DNA form from 46 chromosomes of a human cell, ഒരു ഹ്യൂമൻ സെല്ലിൽ എത്ര ക്രോമസോം ഉണ്ട്? 46 ആണ്. അതിനകത്ത് DNA joins together it would be around 6 feet in length, 2 meter. അപ്പം this human body is made up of trillions, 1 lakh crore of cells. The DNAs of all the cells joins together, it would be about 67 billion miles in length. It is capable enough to wrap around the earth over 2 million times. ക്രോമോസോംസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഡി എൻ എ ആൻഡ് ഹിസ്റ്റോൺ പ്രോട്ടീൻ ആർ ദ പ്രൈമറി കമ്പോണൻസ് ഓഫ് ക്രോമസോം. അപ്പൊ ക്രോമസോമിന്റെ പ്രൈമറി കമ്പോണന്റ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഹിസ്റ്റോണും പ്രോട്ടീനും ആണ്. 8 ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ജോയിൻ ടുഗദർ ടു ഫോം എ ഹിസ്റ്റോൺ ഒക്ടാമർ. അപ്പം 8 ഹിസ്റ്റോൺ പ്രോട്ടീൻ ഒരുമിച്ച് ചേർന്നാണ് എന്തുണ്ടാക്കുന്ന ഒരു ഹിസ്റ്റോൺ octamer ഉണ്ടാക്കുന്നത്. ഡി എൻ എ സ്ട്രാൻഡ്സ് വൈൻഡ് അറൌണ്ട് ദിസ് octamer to form a structure called nucleosome. അപ്പം ഈ ഒരു ഡി എൻ എ സ്ട്രാൻഡ് വൈൻഡ് അറൌണ്ട് ദിസ്, ഈ ഒക്ടാമറിന് ചുറ്റും വൈൻഡ് ചെയ്തിട്ട് എന്തുണ്ടാക്കുന്ന ഒരു സ്ട്രക്ചർ ഫോം ചെയ്യുന്നുണ്ട്. അതാണ് ന്യൂക്ലിയോസോം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് പറയുന്നത്? ഡി എൻ എയും ഹിസ്റ്റോൺ പ്രോട്ടീനും ആണ് പ്രൈമറി കമ്പോണൻസ് ഓഫ് ക്രോമസോം എന്ന് പറയുന്നത്. 8 ഹിസ്റ്റോൺ പ്രോട്ടീൻ ടുഗദർ ചേർന്നാണ് ഒരു ഹിസ്റ്റോൺ ഒക്ടാമർ ഉണ്ടാക്കുന്നത്. ഡി എൻ എ സ്ട്രാൻഡ് വൈൻഡ് അറൌണ്ട് ദിസ് ഒക്ടാമർ. ഡി എൻ എ സ്ട്രാൻഡ് ഈ ഒക്ടാമറിന് ചുറ്റും വൈൻഡ് ചെയ്ത് ആണ് എന്തുണ്ടാവുന്നത്? ന്യൂക്ലിയോസോം ഉണ്ടാവുന്നത്. ദ ക്രോമസോംസ് ആർ ഫോംഡ് ബൈ പാക്കിംഗ് ആൻഡ് കോയിലിംഗ് ന്യൂമറസ് ന്യൂക്ലിയോസോംസ് ആൻഡ് റീകോയിലിംഗ് ദ ചെയിൻസ് ഓഫ് ന്യൂക്ലിയോസോംസ്. അപ്പം ഈ ഒരു ക്രോമസോംസ് ഫോം ചെയ്തിരിക്കുന്നത് വെച്ചാൽ പാക്കിംഗ് അല്ല, ഒരുമിച്ച് കോയിലിംഗ് ആൻഡ് ന്യൂമറസ് ന്യൂക്ലിയോസോംസ്. ന്യൂക്ലിയോസോംസിനെ കോയിലിംഗ് ചെയ്ത് പാക്കിംഗ് ചെയ്ത് അങ്ങനെയാണ് ക്രോമസോംസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആൻഡ് റീകോയിലിംഗ് ദ ചെയിൻസ് ഓഫ് ദ ന്യൂക്ലിയോസോംസ്. ഈ ന്യൂക്ലിയോസോംസിന്റെ ഈ റീകോയിൽ തിരിച്ചഴിച്ചഴിച്ച് അല്ലെ. ക്രോമാറ്റിഡ്സ് ആർ ദ പാർട്സ് ഓഫ് എ ക്രോമസോം വിച്ച് ആർ കണക്റ്റഡ് ബൈ മീൻസ് ഓഫ് സെൻട്രോമിയർ. അപ്പം ക്രോമാറ്റിഡ്സ് എന്ന് പറയുന്നത് എന്താണ്? പാർട്സ് ഓഫ് എ ക്രോമസോം ആണ് വിച്ച് ആർ കണക്റ്റഡ് ബൈ മീൻസ് ഓഫ് സെൻട്രോമിയർ. സെൻട്രോമിയർ വെച്ച് കണക്ട് ചെയ്തിരിക്കുന്ന ക്രോമസോമിന്റെ ഒരു ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? ക്രോമാറ്റിഡ് എന്ന് പറയുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഒക്ടാമർ, ഹിസ്റ്റോൺ ഒക്ടാമർ 8 എണ്ണം വെച്ചിട്ട് വൈൻഡ് ചെയ്ത് വെച്ചേക്കുന്നത് അല്ലെ. ഡി എൻ എ സ്ട്രാൻഡ് വെച്ച് വൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് നമ്മുടെ ഹിസ്റ്റോൺ ഒക്ടാമർ എന്ന് പറയുന്നത്. ഡി എൻ എ ഉണ്ട്, ഹിസ്റ്റോൺ പ്രോട്ടീൻ ഇതാണ്. ഹിസ്റ്റോൺ പ്രോട്ടീനും ഡി എൻ എ ആണ് നമ്മുടെ മെയിൻ പ്രൈമറി കമ്പോണൻസ് എന്ന് പറയുന്ന ക്രോമസോം മേക്കിംഗില്. അപ്പം ഇവിടെ സെൻട്രോമിയർ, അപ്പൊ ക്രോമസോംസ് ആണ്. ക്രോമസോംസിന്റെ ഇതിനെ നമ്മൾ ക്രോമാറ്റിഡ് എന്നും നടുക്കുള്ളതിനെ സെൻട്രോമിയർ എന്നും പറയും. ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ക്രോമസോം, ഹിസ്റ്റോൺ ആൻഡ് ന്യൂക്ലിയോസോം, ഫോർമേഷൻ ഓഫ് ക്രോമസോം, ക്രോമാറ്റിഡ്, സെൻട്രോമിയർ, ഇതെല്ലാം നമ്മൾ പഠിച്ചു അല്ലേ. ഇനി പോകുന്നത് ഹ്യൂമൻ ക്രോമസോംസിലേക്കാണ്. അപ്പൊ ഹ്യൂമൻ ക്രോമസോംസ് ടോട്ടൽ 46 ഉണ്ടെന്ന് അറിയാം. അപ്പൊ ഈ ക്രോമസോംസിന് നമുക്ക് സൊമാറ്റിക് ക്രോമസോംസും സെക്സ് ക്രോമസോംസും ആയിട്ട് പറയാൻ പറ്റും. അപ്പൊ സൊമാറ്റിക് ക്രോമസോംസ് മെയിൻലി ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിനെ കൺട്രോൾ ചെയ്യാനും, സെക്സ് ക്രോമസോം മെയിൻ ആയിട്ട് നമ്മുടെ കുഞ്ഞു വയറ്റിൽ കിടക്കുമ്പോഴാണ് എന്താണ് കുഞ്ഞിന്റെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെക്സ് ക്രോമസോംസ് യൂസ് ചെയ്യുന്നത്.